അയ്യോ വണക്കം. സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസറും സോഷ്യൽ മീഡിയയിലെ കണ്ടൻറ്റ് ക്രിയേറ്ററും സോഷ്യൽ മീഡിയ വഴി സിനിമയിലെത്തിയതുമായിട്ടുള്ള വ്യക്തിയാണ് അഖിൽ നൂറനാട് അഥവാ അഖിൽ NRD എന്നറിയപ്പെടുന്ന പുള്ളി. ഈ പുള്ളിക്കാരനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അതിഭീകരമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ഈ വാർത്ത എന്ന് പറയുന്നത് അഖിൽ നൂറനാട് അഥവാ അഖിൽ NRDയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ വിവാഹമെല്ലാം കഴിഞ്ഞ് ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന പുസ്തകം പോലെയാണ്. ഞാൻ പണ്ടേ പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ജീവിതം അത് പ്രൈവറ്റ് ലൈഫാണ്. നമുക്കൊരു പ്രൈവറ്റ് ലൈഫാണ് എപ്പോഴും വേണ്ടത്. നമ്മുടെ ജീവിതം എടുത്ത് സോഷ്യൽ മീഡിയയ്ക്ക് കൊടുക്കരുത്. സോഷ്യൽ മീഡിയയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഓഡിറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും അവരത് ഓഡിറ്റ് ചെയ്യും. സോഷ്യൽ മീഡിയയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ നമ്മളെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞു തരും. നമ്മൾ നമ്മുടെ കുട്ടിയെ എങ്ങനെ വളർത്തണമെന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞു തരും. നമ്മൾ നമ്മളെ പട്ടിക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞു തരും. നമ്മൾ നമ്മളെ ഭാര്യയുടെ കൂടെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ പെരുമാറണമെന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞു തരും. അങ്ങനെ സോഷ്യൽ മീഡിയ എന്ത് ചെയ്യും? ഓഡിറ്റ് ചെയ്യും എന്നുള്ളതാണ് ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കെപ്പോഴും വേണ്ടത് എന്താണ്? ഒരു പ്രൈവറ്റ് ലൈഫാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ജെൻസി കുട്ടികൾക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇതിന് മുമ്പൊരു തലമുറ ഉണ്ടായിരുന്നല്ലോ. ഇതിന് മുമ്പത്തെ തലമുറ എന്ന് പറയുന്നത്, ഞാനൊക്കെ സോഷ്യൽ മീഡിയ 2010 ഫേസ്ബുക്കൊക്കെ ഞാനൊക്കെ നോക്കിയയുടെ കൊച്ച് മറ്റേ ഫോണുണ്ടല്ലോ, മറ്റേ പാമ്പ് ആപ്പിൾ വിഴുങ്ങുന്ന ഫോൺ. ആ ആപ്പിൾ വിഴുങ്ങുന്ന ഫോണിലാണ് ഞാൻ ഈ ഫേസ്ബുക്കൊക്കെ തുറന്ന് എന്ത് ചെയ്തത്. ഞാൻ വളരെ വലിയ രീതിയിൽ അതിനകത്ത് ആക്റ്റീവായി തുടങ്ങി 2010. ഈ 2010 ഞാൻ ഇട്ട പല പോസ്റ്റുകളും ഇപ്പോൾ എൻ്റെ ഫീഡിലേക്ക് തള്ളി കയറി വരാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ തൊലി തന്നെ ഉരിഞ്ഞ് പറഞ്ഞ് സൈഡിലോട്ട് പോയി വീഴാറുണ്ടെന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത്. ഞാൻ ആ സമയത്ത് എന്തൊരു തൃക്കാവടി വാണമായിരുന്നു എന്നാണ് ഞാൻ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം നിയമത്തെക്കുറിച്ച് എനിക്ക് യാതൊരുവിധ ബോധവുമില്ല. ഈ സമൂഹം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരുവിധ ബോധവുമില്ല. പോരാത്തതിന് ഈ നാട്ടിൽ എന്തൊക്കെയാണ് ഞാൻ പാലിക്കേണ്ട നിയമങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് പോലും എനിക്ക് യാതൊരുവിധ ബോധവുമില്ല. അന്ന് ഞാൻ കാട്ടാക്കട ബസ്സിൽ മൂക്കളെ ഒലിപ്പിച്ച് കിടക്കുന്ന ഒരു ചെറുക്കനായിരുന്നു. അന്ന് എൻ്റെ ബോധവും ബുദ്ധിയും വെച്ചിട്ട് മൈ ലൈഫ് മൈ റൂൾസ്, നീ ആരാടാ പട്ടി ചോദിക്കാൻ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഇപ്പോൾ എൻ്റെ ഫീഡിലേക്ക് തള്ളിക്കയറി വരുമ്പോൾ എനിക്ക് വളരെ വലിയ അപകർഷതാബോധം സ്വാഭാവികമായിട്ടും തോന്നാറുണ്ട്. അത് പല ആൾക്കാർക്കും തോന്നും. അതങ്ങനെ തോന്നണം. അങ്ങനെ തോന്നാത്ത ആൾക്കാരെന്ന് പറയുന്നത് വളരെ വിരളമാണ്. ഇപ്പോഴത്തെ ജെൻസി തലമുറ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് അവർ സോഷ്യൽ മീഡിയയിലേക്ക് ഓഡിറ്റ് ചെയ്യാനായിട്ട് അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഭാവിയിൽ വളരെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിത്തെറിച്ച് പോകുന്നത് നിങ്ങൾ പോലും അറിയുന്നില്ല എന്നുള്ളത് നിങ്ങളും മനസ്സിലാക്കിയിരിക്കുക. അതുമാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. അഖിൽ NRDയുടെ ഭാര്യ വേറൊരാളുമായിട്ട് പോയി. തികച്ചും വ്യക്തിപരമായിട്ട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ആ ഒരു കാര്യത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് എന്താണ് ഇത്ര ആകാംക്ഷ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തിരിച്ചെന്നോട് പറയുന്നത് എന്തായിരിക്കും? എവൻ്റെ സകല കാര്യങ്ങളും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണല്ലോ. സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ സകല കാര്യങ്ങളും എടുത്തിടും. പോരാത്തതിന് സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെ കളിയാക്കുന്ന റീലുകൾ പോലും അഖിൽ NRD ഇറക്കിയിട്ടുണ്ട്. അത്തരത്തിൽ പല റീലുകളും അഖിൽ NRD ഇറക്കിയിട്ടുണ്ട്. ഇയാളും ഇയാളുടെ ഭാര്യയും ചേർന്ന് ഇൻസ്റ്റാഗ്രാമിൽ 2 പേരുടെ പ്രൊഫൈലുകൾ നോക്കുന്നു. ഈ പ്രൊഫൈലിൽ അവനെ ഫോളോ ചെയ്യുന്നത് നിർത്തി, ഇവനെ ഫോളോ ചെയ്യുന്നത് നിർത്തി, അപ്പോൾ ഇവർ തമ്മിൽ ബ്രേക്കപ്പായി എന്നൊക്കെ പറഞ്ഞ റീലുകളുണ്ടല്ലോ. സ്വാഭാവികമായിട്ടുള്ള റീലുകൾ ഇവരൊക്കെ ചെയ്തിടാറുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതം സോഷ്യൽ മീഡിയ ഓഡിറ്റ് ചെയ്യും. ഇതാണ് പല ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കെന്ത് വേണം? ഒരു പ്രൈവറ്റ് ലൈഫാണ് എപ്പോഴും നമുക്ക് വേണ്ടത്. ഒരു പ്രൈവറ്റ് ലൈഫ് എപ്പോഴും സുരക്ഷിതമാണ് എന്നുള്ളത് കൊണ്ടാണ് സോഷ്യൽ മീഡിയ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം ഒരു ടൂളാണ്. അതിനകത്ത് നമ്മൾ തിന്നുന്നതും അപ്പിയിടുന്നതും ഉറങ്ങുന്നതും എല്ലാം എടുത്തിടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ അതിനുള്ളതല്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ജോലിയുണ്ട്. ആ ജോലിയെ മാർക്കറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. ഇതിനാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത്. അതിനാണ് സോഷ്യൽ മീഡിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാണ് സോഷ്യൽ മീഡിയയുടെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, നിങ്ങൾക്കൊരു കടയുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുമ്പോൾ നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾക്കിപ്പോൾ ഒരു കച്ചവടമുണ്ട്, തുണി കച്ചവടമാവട്ടെ, തിരി കച്ചവടമാവട്ടെ, എന്ത് കച്ചവടം ആയിക്കൊള്ളട്ടെ, ആ കച്ചവടം നിങ്ങൾ ഇത്രയധികം സാധനങ്ങൾ ഉണ്ടാക്കി സ്റ്റോക്ക് വെച്ചിട്ട് അതിൻ്റെ ഒരു റീലെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഇരട്ടി കച്ചവടം നിങ്ങൾക്ക് കിട്ടും. അതിനാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ആൾക്കാർ സോഷ്യൽ മീഡിയ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിൽ അവർ രാവിലെ എഴുന്നേൽക്കുന്നതും അവർ കൊച്ചിന് ചോറ് കൊടുക്കുന്നതും എല്ലാം കാണിക്കാനാണ് ഇടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കയറി മേയും. സോഷ്യൽ മീഡിയക്കകത്ത് ഇതും നോക്കിയിരിക്കുന്ന കുറേ വാണങ്ങൾ അപ്പുറത്തുണ്ട് എന്ന്
നമ്മൾ മനസ്സിലാക്കുക. അവരെന്ത് ചെയ്യും? അതായത് ഒരു ലോജിക്കും ഇല്ലാതെയാണ് ഇവരുടെ ജീവിതത്തെ അവർ വലിച്ചു കീറുന്നതെന്ന് പറയുന്നത്. അഖിൽ NRDയുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. അഖിൽ NRD ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അഖിൽ NRDയുടെ ഭാര്യയും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. ആർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇൻഡെപ്തായിട്ട് ഒരു കാര്യങ്ങളും അറിയില്ല. പക്ഷേ ഇവർ തമ്പിട്ട് വാർത്ത എന്ന രീതിയിൽ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതായത് ഒരു കുടിസ് മുറിക്കാത്തിൽ നിന്ന് ഇവർ ചെയ്യുന്ന വീഡിയോ ആണ്. ഇവർ പ്രചരിപ്പിക്കുന്ന എന്താണ്? അവർക്ക് വ്യൂസിന് വേണ്ടിയും റീച്ചിന് വേണ്ടി ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഇവർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അഖിൽ NRDയുടെ ഭാര്യ ലൈവിൽ വന്നു, അഖിൽ NRD ഗേ ആണെന്ന് ഭാര്യ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഒരു ബന്ധവുമില്ലാത്ത തമ്പുകളിട്ടൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇവന്മാരെയൊക്കെ ഇടി കൊടുക്കണ്ടേ യവന്മാർക്ക്? അതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. UAEയിൽ ഇപ്പോൾ ഒരു പുതിയ നിയമം വന്നു. അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു നിയമമായിട്ട് എനിക്ക് തോന്നി. അതായത് UAEയിൽ നിങ്ങൾക്ക് ഇനി സോഷ്യൽ മീഡിയ വഴി ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊമോഷൻ ചെയ്യാൻ പറ്റില്ല. അതിന് സർക്കാരിൻ്റെ അനുമതി വേണം. സർക്കാർ അനുമതിക്കണം. നിന്നെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് സർക്കാർ അനുമതി നൽകണം. പോരാത്തതിന് അങ്ങനെ അല്ലാതെ എവിടെയെങ്കിലും കയറി സോഷ്യൽ മീഡിയ വഴി നീ എന്തെങ്കിലും അവർക്ക് പ്രൊമോഷൻ കൊടുത്താൽ, അതിപ്പോൾ ഫ്രീ പ്രൊമോഷൻ ആയിക്കോട്ടെ, ഫ്രീ പ്രൊമോഷൻ എടുത്താലും ഇനിയിപ്പോൾ പ്രൊമോഷൻ എടുത്തിട്ട് അതിനകത്തുനിന്ന് നമ്മളിപ്പോൾ ഒരു ഹോട്ടലാണ് പ്രൊമോഷൻ എടുക്കാൻ പോകുന്നതാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഫ്രീ ഫുഡ് തരുമല്ലോ, അത് വാങ്ങിച്ച് മുണങ്ങിയാലും UAE സർക്കാർ ചാട്ടവാറിന് അടി കിട്ടും. ഇതാണ് അവിടുത്തെ നിയമം എന്ന് പറയുന്നത്. എന്തിനാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്? അതായത് ഈ ചെയ്യുന്ന കണ്ടൻറ്റിനകത്ത് എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ കണ്ടൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയിൽ നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നത് സാറ്റലൈറ്റ് മാധ്യമങ്ങളുടെ നിയമമുണ്ടല്ലോ. സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഇവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു നിയമമുണ്ടല്ലോ. ആ നിയമത്തിൻ്റെ കീഴിലാണ് നിങ്ങളെയും കൊണ്ടുവന്നിരിക്കുന്നത്, ഇൻഫ്ലുവൻസർമാരെയും കൊണ്ട്. അപ്പോൾ ആ ഒരു നിയമം നമ്മുടെ നാട്ടിലും കൊണ്ടുവന്നാൽ തീരാനുള്ള കടി മാത്രമേ ഇവിടെയുള്ള യുവമാർക്കൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി അഖിൽ NRDയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ, അഖിൽ NRDയുടെ ഭാര്യ അവർ മറ്റേ കുട്ടയും ചട്ടിയും വട്ടിയൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു CCTV വിഷ്വലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉമ്മാരിട്ട് ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അവർ കുട്ടയും ചട്ടിയും വട്ടിയായിട്ട് പോകുന്നു. അവരൊരു ബസ് കണ്ടക്ടറിൻ്റെ കൂടെയാണ് ഒളിച്ചോടി പോയതെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ രീതിയിൽ അധിക്ഷേപം. അഖിൽ NRD വിഭാഗം ഒരു വശത്ത്, മറ്റേ അയാളുടെ ഭാര്യയുടെ വിഭാഗം ഒരു വശത്ത്, അങ്ങനെ രണ്ട് വിഭാഗമായി നിന്ന് ചേരി തിരിഞ്ഞ് അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടി കൂടിക്കൊണ്ടിരിക്കുന്നവന്മാരുടെ നടുക്ക് വന്നിരുന്നുകൊണ്ട് കാറിനകത്തിരുന്നും കക്കൂസിനകത്തിരുന്നൊക്കെ വീഡിയോ എടുത്ത് ചെയ്ത് അതിന് റീച്ച് ഉണ്ടാക്കി. എന്നിട്ട് നാഴികയ്ക്ക് 40 വട്ടം പറയും ഞാൻ റീച്ച് ഉണ്ടാക്കാനല്ല ഇത് ചെയ്യുന്നത് എന്ന് പറയുന്ന ടീം വേറൊരു വിഭാഗം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ്, അത് മനസ്സിലാക്കണം. ഈ ഇരുതല മൂർച്ചയുള്ള വാള്, ഞാനൊരു കാര്യം പറയാം, സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇത്തരത്തിൽ കണ്ടൻറ്റൊക്കെ ഇടുന്ന, അതായത് സ്വന്തം ജീവിതം തന്നെ തുറന്നു വെച്ച് കണ്ടൻറ്റ് ഇടുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയ്ക്കകത്ത് വളരെ ഭീകരമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടും. അത് ഓഡിറ്റ് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് നമ്മളൊരു ഐഡിയൽ സൊസൈറ്റിയിലായിരിക്കണം ജീവിക്കണം. പക്ഷേ നമ്മുടെ ഒന്നല്ല, ലോകത്തിൽ അങ്ങനെ ഒരു ഐഡിയൽ സൊസൈറ്റി ഇല്ല. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരുത്തൻ്റെ ജീവിതം മുടിഞ്ഞു കണ്ടാൽ അത്രയും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന നാട്ടുകാരാണ് നമ്മളെ ഇന്ത്യയിലും കേരളത്തിലൊന്നല്ല, ലോകത്തിലേ തന്നെ ഉള്ളതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. അതായത് അത് മനുഷ്യൻ്റെ ഒരു സൈക്കോളജിയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും രക്ഷപ്പെടുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലവന്മാർക്ക് നെഞ്ചുവേദന വരും. എവിടെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കരമായിട്ട് നെഞ്ചുവേദന വരും. അത് അവൻ എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, ഏത് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവർക്ക് പ്രശ്നമെന്ന് പറയുന്നത്. എന്നാൽ എവിടെയെങ്കിലും ഒരുത്തൻ അവൻ രക്ഷപ്പെടുന്ന കണ്ടു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മിണ്ടത്തില്ല. അതായത് ഏതെങ്കിലും ഒരുത്തൻ എങ്ങനെയെങ്കിലും അവൻ രക്ഷപ്പെടുന്ന കണ്ടു കഴിഞ്ഞാൽ മിണ്ടത്തില്ല. ഇനി ഇപ്പുറത്തെ ഉള്ള ഏവനെങ്കിലും ഒരു വീട് വെച്ചു. ആ വീട് വയ്ക്കുമ്പം മിണ്ടുന്നത് ഏത് രീതിയിലാണ് മിണ്ടുന്നത്? ഈ പൈസയൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? വല്ല അറബിയും പറ്റിച്ചുകൊണ്ടാണോ ഇനി ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള രീതിയിലാണ് സംസാരം എന്ന് പറയുന്നത്. ഇത് പണ്ട് മുതലേ ഉണ്ട്. ഗൾഫിൽ പോയിട്ട് പണക്കാരായി തിരിച്ചു വരുന്ന ആൾക്കാരെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള തെണ്ടികൾ പറഞ്ഞ് പരത്തുന്നതാണ് അറബിയെ പറ്റിച്ചുകൊണ്ട് വരുന്നു എന്ന് ഉള്ള കാര്യം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ വന്ന ശേഷം ആരെങ്കിലും വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ എന്നുള്ള രീതിയിലാണ് ഉമ്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏവനെങ്കിലും ഒരുത്തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നോട്ടെ, അങ്ങനെ ഒരു ഫോൾട്ട് വരുമ്പം അവൻ ഒന്ന് വീണ് കഴിഞ്ഞാൽ അവനെ വളഞ്ഞിട്ടടിക്കാൻ 100,000 ആൾക്കാർ അവിടെ വരും എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതായത് അഖിൽ NRD എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു ട്രാജിക് മൊമെൻറ്റിലാണ് അയാൾ ഇരിക്കുന്നത്. അത് എന്തോ ആയിക്കോട്ടെ, നമുക്കതിനകത്ത് യാതൊരുവിധ കാര്യമില്ല. അയാളുടെ ഭാര്യ, അയാളുടെ കുടുംബം, അയാളുടെ അച്ഛൻ, അയാളുടെ അമ്മ, അയാളുടെ സെറ്റപ്പ്, ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കണം കാര്യങ്ങളെന്ന് പറയേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത് അങ്ങനെയല്ല. സമൂഹത്തിലേക്ക് ഇതൊക്കെ എടുത്തിട്ട് കൊടുക്കാനായിട്ട് കുറേ എണ്ണമുണ്ട്. കാരണം അവന്മാർക്ക് ഡോളേഴ്സും റീച്ചുമാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ എടുത്തിട്ട് കൊടുക്കും എന്നുള്ളതാണ്. നാളെ ഞാൻ ഒരു കാര്യം പറയാം, അതിൻ്റെ താഴെ വന്നിട്ട് ഈ പല വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ താഴെ വന്നിട്ട് കുറേ ആൾക്കാർ തെറി പറയുന്നുണ്ട്, നാളെ നിൻ്റെ ഭാര്യ ആരെങ്കിലും കൂടെ ഇറങ്ങിപ്പോയാലും നീ ഇങ്ങനെ വീഡിയോ ചെയ്യൂടാന്ന്. അങ്ങനെ അയാളുടെ ഭാര്യ ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും വീഡിയോ ചെയ്യാനായിട്ട് 100,000 പേര് ഇപ്പുറത്ത് തയ്യാറായിട്ട് നിൽപ്പുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഇരയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ
അയാളും ഒന്നും പറഞ്ഞിട്ടില്ല, ആ പോയ പെണ്ണും ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ നാട്ടുകാർക്കാണ് കഴപ്പ് മൊത്തം എന്ന് പറയുന്നത് പോലെയാണ് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കേടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പോസ്റ്റ് ഞാൻ എന്താ ഇവിടെ ഇടാം. ശ്രേയ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ വന്നൊരു പോസ്റ്റാണ്. എന്തുകൊണ്ട് മേഘ ഒളിച്ചോടി? അതായത് സ്വാഭാവികമായിട്ട് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള കൂട്ടരാണല്ലോ നമ്മൾ. അങ്ങനെ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള കൂട്ടരായതുകൊണ്ട് തന്നെ അഖിൽ NRD വിഭാഗം ഒരു ഭാഗത്ത്, പിന്നെ ഈ മറ്റേ പെണ്ണിൻ്റെ വിഭാഗം ഒരു ഭാഗത്ത്. ആ പെണ്ണിൻ്റെ വിഭാഗത്തിലുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും അയാളെക്കുറിച്ച് അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇല്ലാത്തതും പൊല്ലാത്തതും ഒക്കെ പറഞ്ഞു പരത്തും. ചില ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഖിൽ NRD മിണ്ടാതിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ, മിണ്ടി കഴിഞ്ഞാൽ മറ്റവളെ ലൈവായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അഖിൽ NRD എന്തെങ്കിലും ഒന്ന് സംസാരിച്ചെങ്കിൽ അതും കണ്ടൻറ്റാക്കാൻ കാത്തിരിക്കുന്ന കുറേ എണ്ണമുണ്ട്. ഈ പോസ്റ്റ് എന്തുകൊണ്ട് മേഘ ഒളിച്ചോടി? ഇത്രയും ഫേമസ് ആയിട്ടുള്ള മൂവിയിൽ അഭിനയിച്ച ഒത്തിരി ഇൻകമുള്ള കാണാൻ നല്ല ഭംഗിയുള്ള അഖിലിനെ വിട്ട് എന്തിനൊരു രാത്രി ഒരു ബസ് ജീവനക്കാരൻ്റെ കൂടെ പോയി? ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. കാണാൻ ഭംഗിയുള്ളൊരു വ്യക്തിയാണ് അഖിൽ NRD, നല്ല പണമുള്ളൊരു വ്യക്തിയാണ് അഖിൽ NRD. ഇത്രയും നല്ല ആൾക്കാരെ വിട്ടിട്ട് ഒരു ബസ് ജീവനക്കാരൻ്റെ കൂടെ, ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയ. ഇതും തെറ്റാണ്. ഇത് ബസ് ജീവനക്കാരൻ്റെ കൂടെ പോകുമ്പോൾ ഇവിടെ 100,000 ബസ് ജീവനക്കാരുണ്ട്. അവരൊക്കെ അന്തസ്സോടുകൂടെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. അത് അയാളുടെ തൊഴിലാണ്. എല്ലാ തൊഴിലിനും അതിൻ്റേതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ തൊഴിൽ ഇതിനകത്ത് എടുത്തിടേണ്ട യാതൊരുവിധ കാര്യമില്ല. ഈ ഒളിച്ചോട്ടവും പിന്നെ ഈ ചാക്കിച്ചാട്ടവും പിന്നെ ഈ തൊഴിലും നിറവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, അറിയാമല്ലോ. ഈ ഒളിച്ചോട്ടവും തൊഴിലുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്തായാലും അഖിൽ NRD എന്തുകൊണ്ട് ഇയാളുടെ കൂടെ പോയി? ഈ സമൂഹം എല്ലാ മേഘയെ തെറി വിളിക്കുന്നു, അവരെ പഴി പറയുന്നു. വീട്ടിലെ CCTV ദൃശ്യങ്ങൾ ആരാണ് ലീക്കാക്കിയത്? ഇത്രയേറെ സൈബർ ആക്രമണം മേഘയ്ക്ക് നേരെ അഴിച്ചുവിട്ടത് അഖിൽ മൗനം പാലിച്ചിരിക്കുന്നത് അയാളുടെ വിഷമം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നമ്മളാരും വിചാരിച്ചതല്ല കാര്യങ്ങളുടെ കിടപ്പ്. അഖിൽ ഒരു ഗേ ആണ്. അയാൾക്ക് ആണുങ്ങളെ മാത്രം മതി. പിന്നെ എന്തിനാണ് ഈ മേഘയെ കല്യാണം കഴിച്ചത്? സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി മാത്രം ഗേ ആയ അഖിൽ എന്തിനാണ് മേഘയെ വിവാഹം കഴിച്ചത്? ഇമ്മാതിരി നാറികൾ, അവർക്ക് ആണുങ്ങളെയാണ് വേണ്ടതെങ്കിൽ പിന്നെ എന്തിനാണ് പെണ്ണുങ്ങളുടെ ജീവിതം തുലയ്ക്കാൻ വേണ്ടി കല്യാണം കഴിക്കണേ? മേഘ മിണ്ടാതിരിക്കുന്നത് മേഘയുടെ മാന്യത. മേഘ എപ്പോഴേ ഡിവേഴ്സ് ചെയ്ത് പോകണമായിരുന്നു. മുഖംമൂടികൾ അഴിഞ്ഞു വീഴാൻ പോകുന്നതേ ഉള്ളൂ, കാത്തിരുന്ന് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂസ്ലെസ് ആയിട്ടുള്ള പോസ്റ്റുകൾ. അഖിൽ ഒരു ഗേ ആണ്. ഗേ ആണെങ്കിൽ തന്നെ എന്താണിപ്പം? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ഗേ ആണെങ്കിൽ ഇപ്പം എന്താണ്? ഒരു മനുഷ്യൻ അവൻ ഗേ ആയിക്കോട്ടെ, ലെസ്ബിയൻ ആയിക്കോട്ടെ, എന്ത് കുന്തം വേണമെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ എന്താണ്? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുകയല്ലേ ചെയ്യുന്നത്? ആ പുള്ളിക്കാരനൊരു ഗേ ആണ്. ആ പുള്ളിക്കാരൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ പെൺകുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ഡിവോഴ്സ് മേടിച്ച് പോകാമല്ലോ. ഇതിപ്പോൾ ആ പെൺകുട്ടി ചെയ്തിരിക്കുന്നത് രാത്രി ഇയാൾ ഉറങ്ങിക്കിടന്നപ്പോൾ മറ്റൊരാളുടെ കൂടെ ഇറങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് തെറ്റെന്ന് പറയുന്നത്. അവിടെയാണ് ഇതൊക്കെ നാട്ടുകാർ ആഘോഷിക്കാൻ ഇടയായതെന്ന് പറയുന്നത്. അങ്ങനെ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യാതെ ഇയാളുമായിട്ട് മ്യൂച്വൽ റെസ്പെക്റ്റ് ഇട്ട് ഒരു ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് വളരെ ഭംഗിയായിട്ട് ഇറങ്ങി പോകാമായിരുന്നു എന്ന് മാത്രമാണ് പല ആൾക്കാരും പല സ്ഥലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇങ്ങനൊരു വിഷയത്തിൽ നിന്ന് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വന്തം ജീവിതമൊക്കെ എടുത്ത് തുറന്ന് മലത്തി ഇങ്ങനെ വച്ചിരിക്കുകയാണല്ലോ സമൂഹ മാധ്യമങ്ങളിൽ. അത് അവിടെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഏതെങ്കിലും ഒരു സമയത്ത് പത്തി വിടർത്തി ഇത് നിന്നെയൊക്കെ തിരിഞ്ഞു കൊത്തും. എൻ്റെ അമ്മയാണ്, ഞാൻ എഴുതിത്തരാം, ഇത് നിന്നെയൊക്കെ തിരിഞ്ഞു കൊത്തിയിരിക്കും. ആ സമയത്ത് കിടന്ന് അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് ഇവിടെയുള്ള കണ്ടൻറ്റ് വേറെ നിൻ്റെ കൂടെയുള്ള, അതായത് നിൻ്റെ കൂടെ അപ്പം ചേർന്ന് നിന്ന് അളിയാ ഗുളിയാന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നവന്മാരി തന്നെ ഇതൊക്കെ എടുത്ത് കണ്ടൻ്റ് ആക്കി ഇട്ടിട്ട് അവനെൻ്റെ ഫ്രണ്ടാണ് പക്ഷേ എന്നിരുന്നാലും അവനൊരു ചെറ്റയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അത് തുടങ്ങിയത് തൊട്ട് കുറേ ജെൻസി പിള്ളേർ അതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ എണ്ണമൊക്കെ കല്യാണം കഴിച്ച് സൈഡായപ്പോൾ ഇവന്മാർക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുമല്ലോ, അച്ഛൻ്റെ കാശിന് ജീവിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ ടീനേജിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റായിരുന്നു. പക്ഷേ എന്നാൽ ഞാൻ എന്ന് സ്വന്തമായിട്ട് സമ്പാദിക്കാൻ തുടങ്ങിയോ അന്ന് ഞാനൊരു ക്യാപിറ്റലിസ്റ്റായി. അന്നാണ് അച്ഛൻ്റെ വേദന എനിക്ക് മനസ്സിലായി തുടങ്ങിയത് എന്ന് പണ്ടത്തെ ആൾക്കാർ പറയും. ഞാനും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അതായത് പണ്ടിങ്ങനെ ഹാളിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനടാ ചുമ്മാ ഫാൻ ഇട്ടിരിക്കുന്ന, ചുമ്മാ ലൈറ്റ് ഇട്ടിരിക്കുന്ന, കറണ്ട് ബില്ല് കൂടുന്ന കാണുന്നില്ലേ എന്നൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ എന്നോട് ചോദിക്കും. അപ്പം ഞാൻ കാലും കയറ്റിയിരുന്ന് ചോറൊക്കെ കയ്യിൽ വെച്ച് ഇങ്ങനെ തിന്നുകൊണ്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഞാൻ അധ്വാനിക്കാൻ തുടങ്ങി, ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കും, എന്തിനാ അമ്മ ഈ ഫാനൊക്കെ ഇട്ടിരിക്കുന്നത്? കറണ്ട് ബില്ല് കൂടുന്നത് അമ്മ കാണുന്നില്ലേ എന്ന് ഞാൻ അമ്മയോട് അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമാണ്. അതായത് ഓരോ മനുഷ്യനും ഓരോ സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് കഴിഞ്ഞ് വരും. അതായത് ജെൻസി പിള്ളേർ ആ സമയത്ത് ജെൻസി ആയിരിക്കുമ്പോൾ, ടീനേജ് ആയിരിക്കുമ്പോൾ അവിടെ സിറ്റുവേഷൻഷിപ്പ്, നാനോഷിപ്പ്, റിലേഷൻഷിപ്പ്, അങ്ങനെ എല്ലാ ഷിപ്പും എടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പോസ്റ്റും റീൽസും അതും ഇതുമൊക്കെ ചെയ്തിടുന്നത് ഒരു സമയം വരും. അതായത് ഇത് കഴിഞ്ഞും നമുക്ക് ജീവിക്കണം, അങ്ങോട്ട് ജീവിക്കാനുള്ളൊരു സമയം വരും. ആ സമയത്ത് ഇതൊക്കെ തിരിഞ്ഞു കൊത്താതിരുന്നാൽ നല്ലത്. പിന്നെ കൂടുതലായിട്ട് ഞാൻ അങ്ങനെയാണ്
ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ കുറേ എണ്ണം വരുന്നുണ്ട്. എൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കണം, എൻ്റെ പുരുഷൻ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ റീലൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ റീലിടുന്ന കുറേ എണ്ണം നാളെ കല്യാണം കഴിക്കുമ്പം സോഷ്യൽ മീഡിയ ഉറപ്പായിട്ട് വന്ന് നോക്കും, ഇവൾ പറഞ്ഞതുപോലെയൊക്കെയുള്ള ആണിനെയാണോ കിട്ടിയത്, ഇല്ലെങ്കിൽ അവന്മാർ കഥ അടിച്ചിറങ്ങും. ദാ പാവാടയെ കെട്ടിയിരിക്കുന്നു, ദാ അവൾ കെട്ടിയിരിക്കുന്നത് ഒരു മറ്റവനെയാണ്, മർജം എന്നൊക്കെ പറഞ്ഞ് കഥ അടിച്ചിറങ്ങും. അപ്പോൾ അതൊക്കെ നമുക്ക് മനോവിഷമം, വേദന ഉണ്ടാക്കും. അതാണ് പറയുന്നത്. നിങ്ങളെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതാണ്. വേണമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളയുക, എനിക്കെന്തിനും. അപ്പോൾ ശരി.